ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിൽ പേർഷ്യൻ ഇൻവേഷനെ കുറിച്ച് ക്വിക്കായിട്ടൊന്ന് നോക്കിപ്പോകാം. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ പേർഷ്യൻസ് പതുക്കെ ഇന്ത്യയിലേക്ക് ഇൻവേഷന് വേണ്ടി വന്നൊരു കാലഘട്ടമായിരുന്നു 550 BC. സൈറസ് എന്ന് പറയുന്ന ഒരാൾ ഏൻഷ്യൻ ഇറാൻ അവിടെ ഒരുപാട് ഏരിയാസ് ഇങ്ങനെ കോൺകർ ചെയ്ത് വന്ന് ലാസ്റ്റ് നമ്മുടെ നോർത്തേൺ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഓക്കെ, അദ്ദേഹം നോർത്ത് ഈസ്റ്റേൺ ഡെറിയസ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു, ഈ പറയുന്ന നോർത്ത് സിന്ധും പഞ്ചാബ് ഇങ്ങനെയുള്ള ഏരിയാസ്, വെസ്റ്റ് ഓഫ് ഇൻഡസ്, ആ ഒരു ഏരിയ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് അവരുടെ 28ാമത്തെ ടെറിട്ടറി, സത്രബീസ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു ഏരിയാസാണ്, എവിടേക്കൊക്കെയാണോ പവർ അവരെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയാസാണ്. അങ്ങനെ 28ാമത്തെ സത്രബീസായിട്ട് നമ്മുടെ പ്രോവിൻസ് മാറുകയാണ്. ഓക്കെ, ഇറാനിയൻസ് ആയിരുന്നു അവർ. അപ്പോൾ അവരുടെ ഒരു ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ഫ്ലറിഷായി, അതുപോലെ തന്നെ ഫോറിനേഴ്സ് പതുക്കെ ഇന്ത്യൻ സോയിലിലേക്ക് വരുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടത്. ഓക്കെ, ആൻഡ് ആ ഒരു സമയത്ത് അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന ലോകം മുഴുവൻ കീഴടക്കിക്കൊണ്ട് നടക്കുന്ന ഒരു വളരെ യങ് ആയിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. 327 മുതൽ 326 BC. ആ ഒരു സമയത്ത് അദ്ദേഹം ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് ഹെഡസ്പസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ഈ ഹെഡസ്പസ് എന്ന് പറയുന്ന റിവറിന് അടുത്തായിരുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ജേലം എന്ന് പറയുന്ന ഇൻഡസ് റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. അതുപോലെ തന്നെ ആ ഒരു യുദ്ധം നടന്നത് പോറസും അലക്സാണ്ടറും തമ്മിലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അലക്സാണ്ടർ ദ ഗ്രേറ്റിൻ്റെ ട്രൂപ്പ് എന്ന് പറയുന്നത് അവർ പാകിസ്ഥാൻ വരെ എത്തി. അന്നത്തെ തക്ഷശില അതുവരെ എത്തി. ആൻഡ് ആക്ച്വലി അവരവിടെ റൂൾ ചെയ്തു, ആ ഒരു റീജിയൻ അവർ ഗവേൺ ചെയ്തു 316 വരെ. അതിനുശേഷം അലക്സാണ്ടർ എന്ത് ചെയ്തു, സെലിക്കസ് നിക്കേറ്റർ എന്ന് പറയുന്ന അലക്സാണ്ടർ ജനറൽ ആ ഒരു ഏരിയ ഇൻവേഡ് ചെയ്യുകയും അവിടെ പാകിസ്ഥാൻ, പഞ്ചാബ് അവിടെയെല്ലാം സെലിക്കിഡ് ഡൈനസ്റ്റി ഉണ്ടാക്കുകയും ചെയ്തു. ഇതാണ് സെലിക്കിഡിൻ്റെ ഒരു എംപയർ എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ജസ്റ്റ് ദാറ്റ്, ഈ ഒരു ഗ്രീക്ക് എംപയർ എന്ന് പറയുന്നത്, ഗ്രീക്കോ ബാക്ട്രിയൻ ഡൈനസ്റ്റി എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ് ആൻഡ് നോർത്തേൺ ഇന്ത്യയിൽ നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്ത് വന്നു ഡ്യൂറിങ് ദ റെയിൻ ഓഫ് 180 to 10 CE. അപ്പോൾ ഇതാണ് പേർഷ്യൻ ഇൻവേഷനെ കുറിച്ച് നമ്മൾ ക്വിക്കായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്.